ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 73 അരുവിപ്പുറം ക്ഷേത്രയോഗം. ഭാഗം 73 അരുവിപ്പുറം ക്ഷേത്രയോഗം ഇവിടെ ആരംഭിക്കുന്നു. കർക്കിടക മാസത്തിലെ കറുത്ത വാവുനാളിൽ നാനാദേശങ്ങളിൽ നിന്നും ധാരാളം ജനങ്ങൾ ബലിതർപ്പണാദികൾ നടത്തുന്നതിനായി അരുവിപ്പുറം മഠത്തിൽ എത്തുമായിരുന്നു. അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ മഠത്തിൽ ഏർപ്പെടുത്തുന്നതിന് ഗുരുദേവൻ ചിലരെ ചുമതലപ്പെടുത്തുകയുണ്ടായി. അതാണ് വാവൂട്ട് യോഗമായി പരിണമിച്ചത്. വാവൂട്ട് യോഗത്തിന് ക്ഷേത്രകാര്യങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിന് പല പരിമിതികളും ഉണ്ടെന്ന് അതിനിടയിൽ ഗുരുദേവൻ മനസ്സിലാക്കി. അതിനാൽ കുറെ കൂടി വിപുലമായ ഒരു യോഗത്തെ ഏർപ്പെടുത്തുന്നതിന് തൃപ്പാദങ്ങൾ നിശ്ചയിച്ചു. 1898 സ്ഥലത്തെ പ്രധാനികളെയെല്ലാം മഠത്തിൽ വിളിച്ചു വരുത്തി അരുവിപ്പുറം ക്ഷേത്രയോഗം എന്ന പേരിലൊരു സംഘം രൂപപ്പെടുത്തുവാൻ ആലോചന തുടങ്ങി. 11 ഓഹരിക്കാർ ചേർന്നാവണം ആ സംഘം എന്നും ഒരു ഓഹരിക്ക് 1000 രൂപ പ്രകാരമായിരിക്കണമെന്നും ഒരു ഓഹരിയിലേക്ക് ഒന്നിലധികം ആളുകൾക്ക് ചേരാമെന്നും ഗുരുദേവൻ കൽപ്പിച്ചു. അതിലൂടെ ഒരു ജനകീയ പങ്കാളിത്ത ഭരണ സമ്പ്രദായം നിലവിൽ വരുത്തുക എന്നതായിരുന്നു ഗുരുദേവന്റെ ഉദ്ദേശം. അതോടെ ആളുകൾക്ക് വലിയ ഉത്സാഹമായി. 24 പേർ ചേർന്ന് 11 ഓഹരികൾ എടുത്ത് അങ്ങനെ അരുവിപ്പുറം ക്ഷേത്രയോഗം എന്ന ഗുരുദേവന്റെ സങ്കല്പം യാഥാർത്ഥ്യമായി. ഓഹരിക്കാരുടെ പേരുകൾ 1, 2, 3 എന്ന ക്രമത്തിൽ വന്നാൽ ആദ്യത്തെ പേരുകാരായി വരുന്നവർക്ക് പ്രാധാന്യവും അവസാനത്തെ പേരുകാരായി വരുന്നവർക്ക് പ്രാധാന്യമില്ലായ്മയും ഉണ്ടാകുമല്ലോ എന്ന് ഓഹരിക്കാരിൽ ചിലർ സംശയം പ്രകടിപ്പിച്ചു. അത് ഗുരുദേവൻ അറിഞ്ഞപ്പോൾ അവരോട് ഇപ്രകാരം അരുളി ചെയ്തു: 1, 2 എന്ന ക്രമം ആവശ്യമില്ല. പേരുകളെല്ലാം ഒരു വട്ടമേശയ്ക്ക് ചുറ്റും ആളുകൾ ഇരിക്കുന്നത് പോലെ വൃത്താകാരത്തിൽ എഴുതിക്കൊള്ളാമല്ലോ. അപ്പോൾ ആദ്യവും അവസാനവും എന്ന വേർതിരിവില്ലാതാവും. എല്ലാവരും അംഗീകരിച്ച് സമ്മതം മൂളിയപ്പോൾ ഗുരുദേവൻ വീണ്ടും ഇങ്ങനെ കൽപ്പിച്ചു: ശിവരാത്രിയോട് ചേർന്ന് 10 ദിവസം ഉത്സവം നടത്തണം. ഓരോ ദിവസത്തെയും ഉത്സവം ഓരോ ഓഹരിക്കാരാണ് നടത്തേണ്ടത്. ഇക്കൊല്ലത്തെ അവസാന ഉത്സവ നടത്തിപ്പുകാർ അടുത്ത കൊല്ലത്തെ ആദ്യത്തെ ഉത്സവം നടത്തണം. ഇത് ആവർത്തിച്ചാൽ മതി. അത് കേട്ട് എല്ലാവരും സന്തുഷ്ടരായി. അവർ ഗുരുവിനെ നമസ്കരിച്ച ശേഷം പിരിഞ്ഞുപോയി. അങ്ങനെ രൂപപ്പെട്ട അരുവിപ്പുറം ക്ഷേത്രയോഗമാണ് മതസംബന്ധമായും സമുദായ സംബന്ധമായും മനുഷ്യ വർഗോദ്ധാരണത്തിനുതകും വിധം 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമായി പരിണമിച്ചത്. ഗുരുദേവനായിരുന്നു യോഗത്തിൻ്റെ സ്ഥിരാധ്യക്ഷൻ. ജാതി വിവേചനത്തിനെതിരെ ശക്തമായി നിലകൊണ്ടിരുന്ന ഡോക്ടർ പി. പൽപ്പു യോഗത്തിൻ്റെ ഉപാധ്യക്ഷനും ഗുരുകാരുണ്യത്താൽ ബാംഗ്ലൂരിലും കൽക്കത്തയിലും പോയി ഉപരിപഠനം കഴിഞ്ഞു വന്ന കുമാരനാശാൻ സെക്രട്ടറിയുമായി കർത്തവ്യങ്ങൾ ഏറ്റെടുത്തതോടെ യോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തിയും വേഗതയുമുണ്ടായി. SNDP യോഗം കേരളത്തിൽ പിൽക്കാലത്ത് ഉദയം ചെയ്ത മറ്റെല്ലാ സമുദായ സംഘടനകളുടെയും മാർഗദർശിയും മാതാവുമായി തീർന്നു. ഗുരുവേ ദേവ വന്നാലും ശാന്തി പകർന്നു തന്നാലും ഭക്തവത്സല ഭക്തവത്സല ശിവഗിരിനാഥ ദീനദയാലോ ദീനദയാലോ ശിവഗിരിനാഥ ഗുരുവേ ദേവ വന്നാലും ശാന്തി പകർന്നു തന്നാലും. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 73 അരുവിപ്പുറം ക്ഷേത്രയോഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.